ആ വാക്കതിനകത്തില്ലേ? ആ വാക്കുണ്ടായിട്ടും നിങ്ങളുടെ കണ്ണിന് മഞ്ഞ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. CI അർഹതയില്ല. DYSP നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും CPM-ന്റെ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ചില ഗുസ്തിക്കാരന്മാരായ ഏരിയ കമ്മിറ്റി സഖാക്കന്മാർ പറയുന്നതാണ് വല്ലാത്ത വാക്കെന്ന് കരുതിയാൽ നിങ്ങൾ എഴുതി വെച്ചോ. 4 മാസം കഴിഞ്ഞാൽ ഈ വർക്കല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. എണ്ണി ഓരോരുത്തരെയും ഇതേക്കാലം വലിയ ചാട്ടം ചാടിയവന്മാർ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ വലിയ സ്റ്റാർ വെച്ചവന്മാർ നിങ്ങൾക്കറിയോ? അവിടെ വന്ന് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്ന ദയനീയ കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ശ്രീ പ്രശാന്ത് CI ആയിരുന്നു, ഞങ്ങൾക്ക് പലപ്പോഴും നീതി കിട്ടിയിട്ടുണ്ട്. ഇവിടെ സനോജ് CI ആയിരുന്നു, ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടുണ്ട്. ആ കാര്യം പ്രവീൺ ഇവിടെ CI ആയിരുന്നു, അവരിലെല്ലാം പിന്നെ ഭരണപക്ഷം തന്നെയാണ് കൊണ്ടുവച്ചത്, ഞങ്ങൾക്ക് നീതി കിട്ടിയിരുന്നു. അവരും പോലീസായിരുന്നു. നിങ്ങളെ പോലെ അടിമ കൂട്ടങ്ങളായിരുന്നില്ല. ഇതൊരു പോലീസ് സ്റ്റേറ്റ് അല്ല എന്ന് ഓർമ്മിച്ചോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ആമുഖത്തിൽ, പോലീസ് ആക്ടിന്റെ ആദ്യത്തെ ആമുഖത്തിലെ വാചകം ദിസ് ഈസ് നോട്ട് ദ പോലീസ് സ്റ്റേറ്റ് എന്നാണ്. ഇത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. ഞങ്ങളാണ് നികുതി പണം നിങ്ങൾ നടത്തുന്നത്, ഞങ്ങളാണ് സ്റ്റേറ്റ്, നിങ്ങളല്ല സ്റ്റേറ്റ്. ഓർമ്മിച്ചു വെച്ചോ. അതിന് കൂട്ടുനിന്നുകൊണ്ട് ഏതെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ വേട്ടയാടി കളയാം, അവരെ ഇതോടുകൂടി അങ്ങ് തീർത്തു കളയാമെന്ന് വിചാരിച്ചാൽ ഇത് ജോയിയുടെ കാര്യാലയമല്ല. ജോയിന് 3 മാസം കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ, 3 മാസം കൂടി ഉണ്ടാവുള്ളൂ. ഇവിടെ മത്സരിച്ചാലും ജോയി ജയിക്കത്തില്ല. ചന്തയിടത്തോടെ ഞങ്ങൾ പറയുക അവിടെ. അതുകൊണ്ട് ജോയിയുടെ തിണ്ണമെടുക്ക് കണ്ടുകൊണ്ടാണ് ചില സ്റ്റാറുമാർ സ്റ്റാറാവാൻ നിന്നാൽ അതിന്റെ അപ്പുറത്തിപ്പുറത്ത് ജനതയുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിച്ചു വെച്ചോ. ഇത് പറയുന്നതേ 4, 3, 7 പാർട്ടികളുടെ ഡൂക്കിലി പാർട്ടികളല്ല പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പോലീസിനായി കൈവെള്ളയിൽ വെച്ച് സമ്മാനമായ K. കരുണാകരന്റെ പാർട്ടിയാണത്. പോലീസിനെ ഈ അവകാശവും നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ നിക്കർ തന്നില്ലേ, നിക്കർ മാറ്റിയിട്ട് പേഴ്സ് വന്ന വയലാറിയുടെ പ്രസ്ഥാനമാണിത്, മറന്നു പോകേണ്ടതില്ല. ഞങ്ങൾ ഒന്നാണിതെല്ലാം. അതുകൊണ്ട് മര്യാദ കാണിക്കണം. ദ ഓണറബിൾ DYSP അടിയന്തരമായി ഇതിനെ വഴിയെടുത്തുകൊണ്ട് നിങ്ങൾ 308 ആയിട്ട് സെക്ഷൻ അൾട്ടർ ചെയ്യണം. അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. കൂടാതെ ഞങ്ങൾ വന്നിട്ടുള്ള SC/ST അട്രോസിറ്റീസ് ആക്ട് സെക്ഷൻ 2, സെക്ഷൻ 3 അനുസരിച്ചുള്ള കേസ്, 3X അനുസരിച്ചുള്ള കേസ് അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ SC/ST അട്രോസിറ്റീസ് അനുസരിച്ച് കേസ് എടുക്കണം. ഞങ്ങളുടെ കുട്ടികളെ വീട് കയറി തുരത്തിക്കളയാം എന്നാണ് വിചാരിച്ചാൽ ജനകീയ പ്രതിരോധം തീർക്കും ഞങ്ങള്. ഒരു കാര്യം കൂടി പറഞ്ഞു, ഓണക്കാലത്ത് നീ എന്നെ വീട്ടിയിരിക്കത്തില്ല, ഞങ്ങൾ വന്ന് അവിടെ പാവിരിച്ച് ഞാനും ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും കൂടി ഇവിടെ ഇരുന്ന് സത്യാഗ്രഹം നടത്തും. കേരളം മുഴുവൻ അറിയും. ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കും. അടുത്ത നിയമസഭയിൽ എഴുതി വെച്ചോ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചോദിക്കും. ഈ ചോദ്യം, ഈ ഫോട്ടോ, ഈ നിൽക്കുന്നവന്റെ ഫോട്ടോ, ഈ SC/ST അട്രോസിറ്റീസ് അനുസരിച്ച് ഞങ്ങൾ കൊടുത്ത പരാതി ഉൾപ്പെടെ വെച്ചുകൊണ്ട് നിയമസഭയിൽ ചോദ്യം ചോദിക്കും. നിന്റെ വലിയ പിണറായി ഏമാനില്ലേ, അവിടെ വന്ന് മറുപടി വരേണ്ടി വരും. ഓർമ്മിച്ചു വെച്ചോ. ദീർഘിപ്പിക്കുന്നില്ല. സഹോദരങ്ങളെ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെ വെട്ടൂര് അവിടെ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം നടന്നതേ ഉള്ളൂ. ശ്രീ അസീം ഹുസൈൻ ഇവിടെ നിൽപ്പുണ്ട് ഇല്ലേ, കേസെടുത്തില്ലേ? അവർക്കെതിരെ കേസെടുത്തു. എന്നിട്ട് അതിലൊരു 308 ഒരുത്തന്റെ കവാലത്തിനും കണ്ടങ്ങനെ കുത്തിയത്രേ, അതാണ് 308 വധശ്രമം. കേസെടുത്തു നിങ്ങള് വെട്ടൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി. ഒരാഴ്ചക്കകത്ത് 2, 3, 4 കേസുകൾ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി. ഈ പോലീസ് സ്റ്റേഷനിലെ ഈ കമ്പ്യൂട്ടറും ഈ പോലീസ് സ്റ്റേഷനിലെ നിങ്ങൾ ഉപയോഗിക്കുന്ന പേരുമുണ്ടല്ലോ, ഞങ്ങളുടെ ഔദാര്യമാണ്, ജനാധിപത്യത്തിന്റെ ഔദാര്യം. മറന്നു പോകേണ്ടതില്ല, വല്ലാതെ തെളിഞ്ഞു പോകരുത്. ഇത്രമാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. വൻപിച്ച ബഹുജന പ്രക്ഷോഭത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർക്കല നേതൃത്വം കൊടുക്കും. നൈസാമിനെയും ശ്രീ നമ്മുടെ സൈദലിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പ് നിർത്തിയിരിക്കുകയാണ്. തൊടാമെങ്കിലും തൊട്ടുനോക്ക്. ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് തൊടാമെങ്കിൽ തൊട്ടുനോക്ക്. അപ്പൊ കാണാൻ ഞങ്ങളുടെ സൗകര്യം എന്താണെന്ന്. മര്യാദ പാലിക്കണം കേട്ടോ, അന്തസ് കാണിക്കണം കേട്ടോ. ഇത്രയും പറഞ്ഞില്ലെങ്കിലേ ഞങ്ങളൊക്കെ ഈ മീസ വെച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഓർമ്മിച്ചു വെച്ചോ. പിന്നെ ഇവിടെ ഇവിടെ ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഈ വർക്കല ഭരിച്ചവരാണ് ഇവിടെ നിൽക്കുന്നവർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ഞങ്ങൾ കൊണ്ടുവച്ചവരാണ് DYSP, USIM എല്ലാം. മറന്നു പോകേണ്ടതില്ല. ജയ് ഹിന്ദ്.